ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. മണിപ്പൂരിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ ഒരു ജവാന് വീരമൃത്യു. അസം റൈഫിൾസ് വാഹനത്തിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ബിഷ്ണുപൂരിലാണ് ആക്രമണം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ആക്രമണം നടത്തിയതാരാണ്? അല്പസമയം മുമ്പാണ് ഈ ആക്രമണം ഉണ്ടായത്. അസം റൈഫിൾസിന്റെ സൈനികർ സഞ്ചരിച്ചിരുന്ന സൈനിക ട്രക്കിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇംഫാലിൽ നിന്നും ബിഷ്ണുപൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഈ അസം റൈഫിൾ സൈനികർ അടങ്ങുന്ന വാഹന വ്യൂഹം. അതിനു നേരെയാണ് നമ്പോലിൽ വെച്ച് അക്രമികൾ വെടിയുതിർത്തത്. ഈ ഒരു ആക്രമണത്തിൽ 2 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണം നടത്തിയത് ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും വ്യക്തതയില്ല. ഈ പ്രദേശത്ത് എന്തായാലും സൈന്യത്തെ കൂടുതലായി വിന്യസിച്ച് അക്രമികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മേഖലയിലുള്ള വാഹന പരിശോധനയും അടക്കമുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരിക്കേറ്റ സൈനികർ 3 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ആക്രമണം ഉണ്ടായത്. മണിപ്പൂരിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി, പ്രത്യേകിച്ച് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ പ്രദേശത്ത് ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് സൈനികർക്ക് പോലീസിനോ നേരെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സൈനിക വാഹന വ്യൂഹത്തിന് നേരെ അക്രമികൾ വെടിയുതിർക്കുന്നതും ട്രക്കിൽ ഉണ്ടായിരുന്ന സൈനികർ 2 പേർക്ക് വീരമൃത്യു സംഭവിക്കുന്നതും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ ഇതിനെ തുടർന്ന് പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. ഈ അക്രമികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിലാണ് സൈനിക വാഹനത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.